നമസ്കാരം. ജോൺസൺ മാസ്റ്റർ മ്യൂസിക് അക്കാഡമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ക്രിസ്ത്യൻ ഡിവോഷൻ സോങ്സിലെ ഏറ്റവും പോപ്പുലറായ നോമ്പ് കാലത്തെ ഒരു പാട്ടാണ് നമ്മൾ ട്യൂട്ടോറിയലായിട്ട് എടുത്തിരിക്കുന്നത്. ഗാഗുൽത്ത മലയിൽ നിന്നും തുടങ്ങുന്ന വളരെ ഫേമസ് ആയ ക്രിസ്ത്യൻ ഭക്തിഗാനം. അതിൻ്റെ ട്യൂട്ടോറിയലാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഇ മൈനർ സ്കെയിലാണ് അത് ഞാൻ പ്ലേ ചെയ്യുന്നത്. ഇ മൈനർ സ്കെയിൽ അറിയാത്തവർക്ക് വേണ്ടി ഇ മൈനർ സ്കെയിൽ ഞാൻ ആദ്യം നിന്ന് വായിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പാട്ടിലേക്ക് ഫുള്ളായിട്ട് വരാം. ഇന്നിപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇ മൈനർ സ്കെയിൽ ആദ്യം നോക്കാം. ഇ മൈനർ സ്കെയിൽ ഡി സ്ട്രിങ്ങിൽ ഫസ്റ്റ് ഫിംഗർ ചെയ്യുന്നതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മോസ്റ്റ്ലി ഈ പൊസിഷനിൽ അത് തന്നെയാണ് വരുന്നത്. അഡീഷണലായിട്ട് 2 നോട്ട്, ഒരു ഡി ഷാർപ്പ് നോട്ടും വരും, ഒരു ജി ഷാർപ്പ് നോട്ടും വരുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ആ സ്കെയിൽ മാത്രമാണ് പ്ലേ ചെയ്യുന്നത്. ഇ മൈനർ, ഈ നോട്ടിൽ നിന്ന് തുടങ്ങി എഫ് ഷാർപ്പ് മാത്രം വരും. അതായത് E natural, തിരിച്ച് ഡൗൺ, അത് തന്നെ E ഓപ്പൺ, D, C, D, G, ഷാർപ്പ്, ഇത് കഴിഞ്ഞിട്ട് ഒരു അഡീഷണൽ നോട്ട് ഡി ഷാർപ്പ് നോട്ട് വരും. തിരിച്ച് ഇത്രയും നോട്ട്സാണ് ഈ പാട്ടിൽ മെയിനായിട്ട് വരുന്നത്. പിന്നെ ഒരു ജി ഷാർപ്പ് നോട്ട് ഇതിൻ്റെ അനുപല്ലവി ഭാഗത്തിൽ വരും. അത് ഞാൻ ആ വരുന്ന ഭാഗത്ത് കാണിക്കുന്നു. സ്കെയില് നാച്ചുറൽ ഇ മൈനർ, ഓക്കെ. ഗാഗുൽത്ത മലയിൽ എന്നുള്ള പാട്ടിൻ്റെ ഒരു 7/8 ആണ് എൻ്റെ ടെമ്പോ. 7/8 ടെമ്പോ എന്ന് പറഞ്ഞാൽ 1 2 3 1 2 3 4 1 2 3 1 2 3 4 7 കേവേഴ്സിൻ്റെ ബാർ, അതാണ് 7/8 ടെമ്പോ. ഇപ്പം ഞാൻ ഇവിടെ നമ്മൾ 7 കേവേഴ്സിൻ്റെ ബാറിൽ 200 ആണ് ഏകദേശം ഒരു ടെമ്പോ ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. 1 2 3 1 2 3 4 1 2 3 1 2 3 4. അപ്പോൾ ഈ ടെമ്പോ പരിചയമില്ലാത്തവരെ ആദ്യം അത് കൗണ്ട് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ മെട്രോണോയിൽ 7/8 ഫിക്സ് ചെയ്തിട്ട് ഒരു 190 അല്ലെങ്കിൽ 200 ടെമ്പോ വെച്ചിട്ട് അതിൽ വേണം ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ 200 ആണ് വയ്ക്കുന്നത്. 200 വെച്ചിട്ട് ഞാൻ ഒരു തവണ ഫുള്ളായിട്ട് വായിക്കാം, പല്ലവി അനുപല്ലവി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ലൈനായിട്ട് നോക്കാം. പല്ലവി 1 2 3 1 2 3 4 1 2 3 1 2 3 4. ഇത്രയാണ് പല്ലവി വരുന്നത്. ഇനി ഇതിൻ്റെ അനുപല്ലവി ഇതേ ടെമ്പോയിൽ തന്നെ 200. 1 2 3 1 2 3 4 1 2 3 1 2 3 4.
Repeat. ഇതാണ് ഏകദേശം അതിൻ്റെ ടെമ്പോ. 7/8 താളത്തിൽ 200 സ്പീഡിലാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. ഇത് ഇത്രയും സ്പീഡ് പറ്റാത്തവർ കുറച്ച് സ്പീഡ് കുറച്ച് വളരെ നോക്കാം. നമ്മളിത് ഫുള്ള് കഴിഞ്ഞിട്ട് ഈ സ്പീഡിലേക്ക് വരുന്നുണ്ടോ. ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ ഞാൻ വയലിൻ കവറായിട്ട് നേരത്തെ ചെയ്തിട്ടുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ആദ്യം കാണാം. അത് കണ്ടു കഴിഞ്ഞ് അത് കേട്ട് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വന്നാൽ കുറച്ചും കൂടി കാര്യങ്ങൾ പ്ലേ ചെയ്യാൻ ഈസി ആയിരിക്കും. ഇതിൻ്റെ പല്ലവി പോർഷൻ നമുക്ക് ഫസ്റ്റ് ലൈൻ 7/8 താളം, അതായത് 1 2 3 1 2 3 4 1 2 3 1 2 3 4 ഈ താളം. അതിലൊന്ന് നോക്കാം. ഫസ്റ്റ് ലൈൻ 1 2 3 1 2 3 4 1 2 3 1 2 3 4. അത്രേ ഉള്ളൂ ഫസ്റ്റ് ലൈൻ. ഈന്ന് തുടങ്ങുന്നു. സെക്കൻഡ് ലൈൻ എ നോട്ടിനും സെക്കൻഡ് ലൈൻ ഒന്നുകൂടെ. തേർഡ് ലൈനിൽ അഡീഷണൽ ആയിട്ടുള്ള ഡി ഷാർപ്പ് നോട്ട് വരും. ശരിക്കും ഈ മൈനർ നാച്ചുറൽ സ്കെയിലിൽ ഡി ഷാർപ്പ് ഇല്ല. ഇപ്പോൾ ഇവിടെ അഡീഷണൽ ആയിട്ട് ഫസ്റ്റ് ഫിംഗർ ഈയുടെ തൊട്ട് ബാക്കിൽ ഈ ഫസ്റ്റ് ഫിംഗർ തന്നെ ഇങ്ങനെ താഴത്തോട്ട് ഇറക്കി വയ്ക്കും. ഓക്കെ, എന്നിട്ട് തേർഡ് ലൈൻ ഡി ഷാർപ്പിന് സ്റ്റാർട്ട് ചെയ്യണു. ഫോർത്ത് ലൈൻ ഇത്രയാണ് പല്ലവി. അപ്പോൾ അനുപല്ലവി എ സ്ട്രിങ്ങിൽ ഫസ്റ്റ് ഫിംഗർ ബി നോട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. സ്കെയിലിലെ ഫസ്റ്റ് ലൈൻ ഫസ്റ്റ് ലൈൻ ഇപ്പോൾ സെക്കൻഡ് ലൈൻ ഇപ്പോൾ തേർഡ് ലൈൻ ഇവിടെയാണ് സെക്കൻഡ് ലൈനിൽ ജി ഷാർപ്പ് നോട്ട് വരുന്നത്. അതായത് ജി നാച്ചുറൽ ഇവിടെ എഫ് ഷാർപ്പിൻ്റെ തൊട്ടടുത്തുള്ളതിന് സെക്കൻഡ് ബാറിലെ ആ ജി മാത്രം ഇത്രയും പോർഷൻ കയറ്റി വെക്കണം. ജി ഷാർപ്പ്. വീണ്ടും തേർഡ് ബാറിൽ വീണ്ടും ജി നാച്ചുറൽ വരും. ഓക്കെ, തേർഡ് ലൈൻ ഒരു തവണ കൂടി വായിക്കാം. ഫോർത്ത് ലൈൻ വീണ്ടും
ഇത്രയാണ് രണ്ട് ഭാഗം ഇതിൻ്റെ നമ്മൾ സെപ്പറേറ്റ് ലൈനായിട്ട് നോക്കുമ്പോൾ വരിക. ഇത് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഒരു ഫിംഗർ ക്ലോസപ്പ് പോർഷൻ ഞാൻ ഒന്നുകൂടി വായിക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇതിൻ്റെ ഫിംഗർ ക്ലോസപ്പ് കിട്ടാൻ വേണ്ടി ഒന്നുകൂടി വായിക്കുകയാണ് സ്ലോവിൽ, കുറച്ചുകൂടി സ്ലോവിൽ. ഇതിൻ്റെ നോട്ട്സിൻ്റെ മ്യൂസിക് ഷീറ്റ് പ്രിൻ്റഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അത് ആദ്യം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് എൻ്റെ ഒറിജിനൽ വയലിൻ കവർ വീഡിയോ കാണുക. എന്നിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇപ്പോൾ നമുക്കിത് ക്ലോസപ്പ് ഫിംഗറിൽ ഒന്നുകൂടി വായിക്കാം. സെയിം ടെമ്പോ ആണ്. 1 2 3 1 2 3 4 1 2 3 1 2 3 4. ഇത്രയുള്ളൂ പല്ലവി. ഞാൻ പല്ലവി 1 2 3 1 2 3 4 1 2 3 1 2 3 4. ഈ ഗാഗുൽത്ത മലയിൽ നിന്നുള്ള ഈ സോങ് അത് ഏറ്റവും സ്ലോയിലാണ് ആദ്യം വായിക്കേണ്ടത്. ഞാൻ കുറച്ച് സ്പീഡിലാണ് വായിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ അത്ര സ്പീഡ് കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് 200 എന്നുള്ളത് 180 190 ഒക്കെ സ്പീഡിൽ പ്രാക്ടീസ് ചെയ്താലും മതി. പക്ഷെ നമുക്ക് ആ കേൾക്കുമ്പോൾ ഒരു ഫീൽ കിട്ടണം. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഐഡിയ. ആദ്യം ഈ മൈനർ സ്കെയിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ഈ സോങ്ങിലേക്ക് വരിക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ പറയുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരും. ബൈ.